ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പഞ്ചാബ് ഫുഡ് സേഫ്റ്റി ഓഫീസർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാർട്ട് 2 ആണ് നോക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിൻ്റെ പാർട്ട് 1 കണ്ടിട്ടില്ല എങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. എങ്കിൽ നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഇടുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. സോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. Question. Red color of tomato is due to carotenoids, limonene, lycopene, fructose. Answer is lycopene. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ലൈക്കോപ്പീൻ എന്ന് പറയുന്നത് ബ്രൈറ്റ് റെഡ് കരോട്ടിനോയിഡ് ആണ്. ഇത് ടൊമാറ്റോ, വാട്ടർമെലൺ, പപ്പായ പോലുള്ള റെഡ് കളേർഡ് ഫ്രൂട്ട്സിലാണ് കൂടുതലായിട്ട് കാണുന്നത്. ലിമോണിൻ എന്ന് പറയുന്നത് സിട്രസ് ജ്യൂസുകൾക്ക് ഒരു ബിറ്റർ ടേസ്റ്റ് കൊടുക്കുന്ന ഒരു വൈറ്റ് ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് ആണ്. കെമിക്കലി ഇറ്റ് ഈസ് എ ലിമണോയിഡ്. Next question. Non-enzymatic browning is known as oxidation, Maillard browning, caramelization, both A and B. The answer is Maillard browning. Total soluble solids of tomato ketchup should not less than 25 degree Brix, 30, 20, 20 to 23. The answer is 25 degree Brix. Brix എന്ന് പറഞ്ഞാൽ it is a measure of dissolved solid content. ഇവിടെ നമുക്ക് ആൻസർ 25 ഡിഗ്രി ബ്രിക്സ് ആണ്. അതെന്ന് പറയുന്നത് ഈക്വൽ ടു ഷുഗർ കോൺസെൻട്രേഷൻ ഓഫ് 25% എന്നാണ്. ഇനിയിപ്പോൾ നമുക്ക് 60 ഡിഗ്രി ബ്രിക്സ് എന്നൊരു വാല്യൂ ആണെങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു ഷുഗർ കോൺസെൻട്രേഷൻ ഓഫ് 60%. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ബൈ കീപ്പിംഗ് ഫുഡ് കോൾഡ് ദ ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗാനിസംസ് ഈസ് ഇൻക്രീസ്, മിനിമൈസ്ഡ്, നോട്ട് ചേഞ്ച്ഡ്, കംപ്ലീറ്റ്ലി സ്റ്റോപ്ഡ് ആൻഡ് കിൽഡ്. ഹിയർ ആൻസർ ഇസ് മിനിമൈസ്ഡ്. സോ ഫുഡ് കോൾഡ് കണ്ടീഷനിൽ നമ്മൾ വെക്കുകയാണെങ്കിൽ മൈക്രോ ഓർഗാനിസത്തിൻ്റെ വളർച്ച നമുക്ക് കുറയ്ക്കാൻ പറ്റും. എന്നാൽ അത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുമെന്നോ അതിനെ കൊല്ലാൻ പറ്റുമെന്നോ നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് മിനിമൈസ് കണ്ടീഷനിൽ ഇതിനെ കൊണ്ടുപോകാൻ പറ്റും. പാത്തോജനിക് ബാക്ടീരിയ ആർ ഹാംലെസ് ബാക്ടീരിയ, ഫ്രണ്ട്ലി ബാക്ടീരിയ, ഡിസീസ് കോസിങ് ബാക്ടീരിയ ആൻഡ് നൺ ഓഫ് ദീസ്. നമുക്ക് എല്ലാവർക്കും അറിയാം പാത്തോജനിക് ബാക്ടീരിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസീസ് കോസിങ് ബാക്ടീരിയാസ് ആണ്. Basic requirement for microbial growth include water, favorable osmotic pressure, light and oxygen, temperature, pH and all of these. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് all of these ആണ്. Which of the following material is inert, transparent and heat processable? Option paper, plastic, glass, metal. Answer is glass. Glass ഒരു inert ആണ്, transparent ആണ്, heat processable ആണ്. Okay. Next is what is weight of paper per unit area? Grammage, sammage, tampage, weightage. The answer is grammage. Grammage gram per square meter ലാണ് represent ചെയ്യുന്നത്. Tetra Pak is an example of which of the following packaging material? Paper, plastic, composite and metal. The answer is composite. കോമ്പോസിറ്റ് പാക്കേജിംഗ് എന്ന് പറഞ്ഞാൽ രണ്ട് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് കമ്പൈൻ ചെയ്തുകൊണ്ടുള്ളൊരു ടൈപ്പ് ഓഫ് പാക്കേജിംഗ് ആണ്. കോമ്പോസിറ്റ് പാക്കേജിങ്ങിന് എക്സാമ്പിൾസ് പ്ലാസ്റ്റിക് അലുമിനിയം കോമ്പോസിറ്റ് പാക്കേജിംഗ്, കാർഡ്ബോർഡ് പോളിയെത്തിലീൻ കോമ്പോസിറ്റ് പാക്കേജിംഗ്, പേപ്പർ പോളിയെത്തിലീൻ കോമ്പോസിറ്റ് പാക്കേജിംഗ് എക്സെട്ര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എനി പാക്ഡ് ഫുഡ് ഡസ് നോട്ട് കൺഫേം ദ റിക്വയർമെൻറ്റ്സ് അണ്ടർ ദി PFA is deemed as misbranding, mismatching, misguiding, misleading. Answer is misbranding. Corrugated fibers board carton holding several units of canned fruits is an example of primary packaging, secondary packaging, tertiary packaging and quaternary packaging. The answer is secondary packaging. History of packaging of food industry. Which among words never a material of packaging? Bakelite, pottery and vases, iron and tin plated steels, ceramic. The answer is ceramic. Major ingredient for the manufacture of glass? Soda, alumina, lime, silica. Answer is silica. അപ്പോൾ ഏറ്റവും കൂടുതൽ ഗ്ലാസ് മാനുഫാക്ചറിന് ഉപയോഗിക്കുന്ന മേജർ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് സിലിക്കയാണ്. Which harmful component can be found in PET bottles? Options lead, phthalates, aluminum, styrene monomers. Here answer is phthalates. PET എന്ന് പറഞ്ഞാൽ പോളി എത്തിലീൻ ടെറിഥാലേറ്റ് ആണ്.
ഈ പെറ്റ് ബോട്ടിൽസ് എന്ന് പറയുന്നത് സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്കിനകത്ത് വരുന്നതാണ്. ഇതിൽ നിന്നും ചില ഹാംഫുൾ സബ്സ്റ്റൻസുകൾ റിലീസ് ചെയ്യും. അതിലൊന്നാണ് ഫ്താലേറ്റ്സ് എന്ന് പറയുന്നത്. അതർ ടോക്സിക് കെമിക്കൽസിന് എക്സാമ്പിളാണ് ലെഡ്, കാഡ്മിയം പോലുള്ള എലമെൻറ്റ്സ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ട്രൂ അബൌട്ട് ഡെത്ത് ടൈം കർവ് മെത്തേഡ് ടു സ്റ്റെറിലൈസ് ക്യാൻഡ് ഫുഡ്? ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദീസ് ആണ്. അപ്പോൾ ഞാൻ ഉത്തരങ്ങൾ വായിക്കാം. ഇറ്റ് ടെൽസ് us the time and temperature to sterilize canned food, and it tells us about the heat penetration of the containers, and it tells us about the heat conductivity of the container. അപ്പോൾ ഒരു ക്യാൻഡ് ഫുഡ് സ്റ്റെറിലൈസ് ചെയ്യാനുള്ള ടൈമും ടെമ്പറേച്ചറും കണ്ടെയ്നറിൻ്റെ ഹീറ്റ് പെനിട്രേഷനും ഹീറ്റ് കണ്ടക്ടിവിറ്റിയുമാണ് ഡെത്ത് ടൈം കർവ് മെത്തേഡിൽ നമുക്ക് മനസ്സിലാവുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് പാക്കേജിംഗ് മെറ്റീരിയൽ ഇസ് കെമിക്കലി ഇനേർട്ട്? Options: glass, metal, paper, plastic. The answer is glass. Which of the following item is hypersensitive according to Kodak standard? Options: cereals, milk products, nut, all of these. The answer is all of these. What is HACCP system for? A. Physical, chemical, biological hazard. B. Asymptomatic analysis of all steps and regular monitoring of control points. C. Identifying the CCPs including their location, procedure and process. D. Accurately monitoring food hygiene hazard. The answer is asymptomatic analysis of all steps and regular monitoring of control points. The ISO 14000 deals with food industry, environmental management, pollution control, population control. The answer is environmental management. ISO 22000 deals with the food safety management system. As per definition for food under Food Act India, food does not include alcoholic beverage, chewing gum, caffeinated beverage, chewing tobacco. The answer is chewing tobacco. Which of the following can be classified as physical hazard? Glass piece in beverage bottle, aflatoxin in roasted groundnut, mold growth on the surface of breadcrumbs, all of these. The answer is glass piece in beverage bottle. Which of the following is not covered under finished product quality assurance? Finished product monitoring, special finished product survey, factory visit, none of these. Which of the following is not an insecticide? Options: parathion, sodium chlorate, aldrin, methoxychlor. Here the answer is sodium chlorate. So parathion, aldrin, methoxychlor ഇത് മൂന്നും insecticides ആണ്. Karnal burnt is a disease of barley, wheat, bajra, jowar. The answer is wheat crop. ഇത് ടില്ലീഷ്യ ഇൻഡിക്ക എന്ന് പറയുന്ന ഒരു സ്മട്ട് ഫംഗസ് കാരണം ഉണ്ടാകുന്ന അസുഖമാണ്. Gir Sahiwal, Red Sindhi, Deoni are the breeds of buffaloes, sheep, cows, goat. The answer is cow. The best cow breed എന്ന് പറയുന്നത് ഇതിൽ സഹിവാൾ ആണ്.